ഇന്ത്യൻ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് മത്സ്യം. ഈ മത്സ്യം നമ്മുടെ തീരുമാനത്തിലെത്തുന്നത് എങ്ങനെയാണ്? അത് ഇവിടെ നിന്ന് വരുന്നുവെന്നോ അതിന്റെ വിഭവങ്ങളുമായി ജനം എങ്ങനെ ജീവിക്കുന്നുവെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകില്ല. ഞാൻ നോക്കിക്കോളൂ. ഈ വരുന്നവരുടെ കൈകളിൽ ഇത് ലേലം ചെയ്ത് ചെറിയ പൈസ വാങ്ങുന്ന മത്സ്യങ്ങളാണ്. മത്സ്യം കറച്ചു വന്നാൽ അതിനോടനുബന്ധിച്ച് നിരവധി പേർ ഇതിൽ ചെറിയ ചെറിയ തട്ടുകടകൾ പോകുന്നതാണ്. മത്സ്യം വാങ്ങാനൊക്കെ കൂടിയിരിക്കുന്ന ഒരു കുടുംബം അല്ല, നിരവധി പേരാണ് കടലിൽ നിന്നും കരയിൽ കിട്ടുന്ന മത്സ്യം വാങ്ങാനും ജോലി ചെയ്യാനും നിരവധി പേരാണ് നിരവധി വാഹനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ പുലർച്ചെ നിരത്തിലാണ്. 5 മണി വരെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും നിരവധി പേര് വരികയാണ്. നിരവധി ജനങ്ങൾ നിരവധി വാഹനങ്ങൾ എല്ലാം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഐസ് എടുക്കുന്ന ഈ വിഭാഗം സൗജന്യമായിട്ട് ചെറിയ മത്സ്യങ്ങൾ വാങ്ങുന്നവർക്ക് ഐസ് സൗകര്യം. ഈ മത്സ്യ മാർക്കറ്റിനകത്ത് പ്രത്യേകത സാമ്പത്തികമായിട്ടുള്ള സൗജന്യമായ മത്സ്യം അവരത് ഒരു 4-5 പേരിൽ നിന്ന് കിട്ടുന്ന മത്സ്യം ചെറിയ കൂട്ടമായി ഒരു ലേലം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഉച്ചമായ വരുമാനം 200-300 പേരെ അവർ കിട്ടും. അതുകൊണ്ട് മതം ഒരുപിടി തോണിയിൽ വരുന്ന മത്സ്യങ്ങൾ ഇറക്കി വന്ന് അത് പ്രോസസ് ചെയ്യാൻ മത്സ്യം വെട്ടി കൊടുക്കുവാനുമായി നിരവധി പേർ നേരിടുന്നു. അതും അവരുടെ ഉപജീവനം. തോണിയാണോ? തോണിയുണ്ടാ അല്ലേ? രാവിലെ വന്നല്ലേ? മത്സ്യം മേടിച്ചിട്ട് കടൽക്കുകളിലേക്ക് പോകാൻ പ്രോസസ് ചെയ്യുന്നത്. തോണി നമുക്ക് 4 ബോട്ട് 3 തോണി മീനെടുക്കാറാണ്. ചാലോയ്ക്കോ ഇത്തരം മീനുകളാണ് ഇവിടെ ലേലം ചെയ്യുന്നത്. ലേലം ചെയ്ത് ചെറിയ 100 രൂപ 120 രൂപ 200 രൂപയ്ക്കൊക്കെ സാധാരണക്കാർക്ക് ഈ മീൻ 100-150 രൂപയ്ക്ക് ഇത് ഇങ്ങനെ സ്വല്പമായി കുറയ്ക്കാറുണ്ട്. കൂട്ടുകാർക്ക് വാങ്ങാൻ
മീൻ മാർക്കറ്റ് കേസ് വാങ്ങുന്നത് കേട്ടില്ല. നല്ല സ്റ്റൈലല്ലേ, നല്ല സ്റ്റൈലല്ലേ നിങ്ങൾ നോക്കിയാ. ജപ്പാൻ ജനങ്ങളെ മാതിരി അങ്ങോട്ട് മീൻ എടുക്കുമ്പോൾ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ മുകളിൽ തൊപ്പി വെച്ചിരിക്കുന്നത്. മീനിന്റെ വെള്ളം കയ്യിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബറിന്റെ തൊപ്പിയാണ് അത് ലോഡിങ്. ഇതിനിടയ്ക്ക് ലോട്ടറി, ഉപജീവനമാർഗം എല്ലാം കൊണ്ട് തോണി ബോട്ടിൽ നിന്നും മത്സ്യം ഒരു സംസ്ഥാനത്തിനുള്ള സർവ്വകലാങ്ങളും ജനങ്ങൾക്കെല്ലാം അനവധി ബൂട്ടുകളാണ് ബൂട്ടുകാർക്ക് ഇവിടെ നിന്ന് മംഗലാപുരം തെക്കൻ ജില്ലകളിലേക്ക് പല ഭാഗങ്ങളിലായിട്ട് പോവുകയാണ് അവരുടെ പ്രദേശങ്ങളിൽ. ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലായി കടലാണ് കടലാണ്. അതിന്റെ വരുന്നതിന് എത്ര പേരുടെ ഐസിൽ നിന്ന് വേറിട്ട് പുതിയ ട്രെയിനുകൾ നടക്കുന്നതാണ്. ബോട്ടിലെ പണിയാ ഈ ബോട്ടിലൊക്കെ അല്ലേ, ഈ ബോട്ടുകളിൽ വരുന്നത്. എല്ലാ സംവിധാനങ്ങളും മീനെടുക്കുന്ന ഹാർബറിൽ ഉണ്ടാകും. പമ്പാണത്. അല്ല, ഈ മീൻ എന്താ വിഷം കൊണ്ടിട്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ ഉണ്ടോ? ഈ മീനിന് വിഷമുണ്ട്, പിന്നെ കടപ്പുറത്തെല്ലാം ഇങ്ങനെ കളയുന്നതാണ് ഈ മീനിനത്. തല വെട്ടി കളയും. ആ കഴിക്കുന്നവർ വാങ്ങുന്നവരുണ്ടല്ലേ. ഷവർമയില് ഇറച്ചി പോരായിട്ട്. അപ്പൊ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ആണ് ഈ വരുന്നത്. ശ്രദ്ധിച്ചോ, ഈ മീനെ ചിലയിടങ്ങളിൽ കളയും, എന്നിട്ട് തലവെട്ടിയെടുത്താൽ മാംസത്തിന്റെ ടേസ്റ്റ് ആണെന്നാണ് ഇവര് പറയുന്നത്.
മീനിന്റെ മാർക്കറ്റ് ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ രസമാണ് ഉത്സവ രീതിയാണ്. മീനാണ് ലേലം. 7,000 അസുഖക്കാരൻ കുഴപ്പമില്ല, ഞാനില്ല. സ്വകാര്യം നടക്കൂലാന്ന് പെട്ടി കച്ചവടമായി കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന തൊഴിലാളികളാണ് ഈ അടുത്ത് നിൽക്കുന്നത്. ആ തലയിൽ വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടി പോവുകയൊക്കെ കുടിക്കരുത് മോന ഇപ്പൊ അതിനിക്കല്ല. മനുഷ്യൻ കയറ്റിപ്പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ഹാർബർ ക്ലീൻ ചെയ്യും. ഈ കാണുന്ന വേസ്റ്റുകളും എല്ലാം ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ഉണങ്ങി നല്ല ഫ്രഷ് ആയിട്ട് ഇന്നലെ 10 മണിയാകുമ്പോൾ പിന്നെ മാർക്കറ്റിൽ ഓഫറിംഗ് ഇല്ല. ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് ഏച്ചി വാഹനം മംഗലാപുരം കഴിഞ്ഞു. ഇല്ലാത്ത മത്സരം കൊടുക്കുന്നു. ഐസ് തീപ്പെട്ടിക്കകത്ത് പൊട്ടിച്ച് വലിയ ഐസ് ക്രീം ഉപയോഗിച്ച് പൊടിച്ച് പൊടിയാക്കുന്ന തിരിച്ചാണ്. ഏതാണ് 8:30 ആകുമ്പോഴേക്കും ഇവിടുത്തെ ആളുകൾ ഒഴിവാകും. പിന്നെ ഈ ഹാർബർ എങ്ങനെ വൃത്തിയാക്കുന്നത്? അതിന് 2 ആൾക്കാർ രണ്ടുപേരും ക്ലീൻ ചെയ്തതിൽ തീരും. അപ്പൊ മോട്ടറൊക്കെ അടിച്ചല്ലേ രാവിലെ ആകുമ്പോഴേക്കും പിന്നെ ഉണ്ടാവും. രാത്രി മാർക്കറ്റ് 8:30 ആകുമ്പോൾ 9 മണിയാകുമ്പോഴേക്കല്ലേ ആളുകൾ. ശരി, നമ്മൾ മാർക്കറ്റിന് പുറത്തോട്ട് പോവുകയാണ്. പുലർച്ചെ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി കൈനീട്ടുന്നവരും ഇവിടെ ധാരാളമായിട്ടുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ ഇതിന്റെ പിന്നിലെ ഇതുപോലെയുള്ള പ്രയത്നങ്ങളൊക്കെ? കണ്ടുവെന്ന് തോന്നുന്നു. ഇതിലെ ടാങ്ക് എല്ലാം അറിയാൻ വിദ്യാഭ്യാസമല്ല വലുത്, വിവേകമാണ്. വിദ്യാധര. ഓക്കെ.